ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ഈ നിലയിൽ ഒരുമിച്ച് വരുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാരെന്നുള്ള വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു വരികയായിരുന്നു. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ദൈവിക പ്രവർത്തന പദ്ധതികളിൽ നിർണായകമായ പങ്കാളിത്തം വഹിക്കുന്ന സൃഷ്ടികളാണ് ദൈവദൂതന്മാരെന്ന് കാണുവാനായിട്ട് കഴിയും. യോബിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ ഭൂമിക്ക് അടിസ്ഥാനം ഇടുമ്പോൾ ദൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്റെ വീഴ്ചയോടുള്ള ബന്ധത്തിൽ ദൂതന്റെ പ്രവൃത്തി, സാത്താൻ ഒരു ദൂതനാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ദൂതന്റെ പ്രവൃത്തി മനുഷ്യന്റെ വീഴ്ചയോടുള്ള ബന്ധത്തിലുണ്ട്. മനുഷ്യന് ദൈവമൊരുക്കിയ രക്ഷാ പദ്ധതിയിൽ രക്ഷാ സന്ദേശം അല്ലെ രക്ഷയെ കുറിച്ചുള്ള സന്ദേശം അറിയിക്കുവാനായിട്ട് ദൂതന്മാരെ ദൈവം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിനെ സെർവ് ചെയ്യുവാനായിട്ട് ദൂതന്മാർ വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികളെ ശുശ്രൂഷിക്കുന്ന അല്ലെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷകൾ ദൂതന്മാർക്കുണ്ട് എന്നുള്ള വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാനായിട്ട് ഇടയായി. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സൃഷ്ടിയാണ് ദൂതന്മാർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൂതന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിനും ഏറ്റവും പ്രയോജനകരമായ ഒന്നാണ് ദൂതന്മാരെ കുറിച്ചുള്ള പഠനം. ഇന്ന് ദൂതന്മാരുടെ ഭാവികാല ശുശ്രൂഷകൾ എന്നുള്ള വിഷയം അല്പമായി ചിന്തിക്കാം. അതിനോട് ചേർന്ന് മറ്റു ചില വിഷയങ്ങൾ കൂടെ ചിന്തിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മത്തായി സുവിശേഷം 16-ാം അധ്യായം 27-ാം വാക്യം വരുമ്പോൾ അവിടെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ദൂതന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 27-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്ന മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്ക പകരം നൽകും. സഭയെ ചേർക്കുവാനായിട്ട് കർത്താവ് വരുമ്പോഴും ഇതേ നിലയിൽ ദൂതന്മാരുടെ അകമ്പടി ഉണ്ട് എന്ന് നമ്മൾ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 4:16 ഈ വാക്യങ്ങൾ നമുക്കറിയാവുന്നതുകൊണ്ട് ആ വാക്യങ്ങൾ എടുത്ത് വായിക്കുന്നില്ല. ജസ്റ്റ് ആ വിഷയം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകാം. സഭയെ ചേർക്കുവാൻ വരുന്ന കർത്താവിന് അകമ്പടിയായി ദൂതന്മാർ സഞ്ചരിക്കുന്നു. അതാണ് ദൂതന്മാരുടെ ഭാവികാല പ്രവർത്തനങ്ങളിൽ ഒരു വിഷയം. മഹത്വ പ്രത്യക്ഷതയിൽ, അതായത് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ കർത്താവ് മഹത്വ പ്രത്യക്ഷതയിൽ വരുമ്പോൾ ഭൂമിയുടെ 4 അതിരുകളിൽ നിന്നും വിശുദ്ധന്മാരെ ചേർക്കുവാൻ, എല്ലാ വ്രതന്മാരെ ചേർക്കുവാനായിട്ട് കൂട്ടിച്ചേർക്കുവാനായിട്ട് ദൂതന്മാർ വരുന്നു എന്ന് നമ്മൾ മത്തായി സുവിശേഷം 24-ാം അധ്യായം 31-ാം വാക്യം. മത്തായി സുവിശേഷം 24:31 കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ വൃതന്മാരെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ അവിടെ നമ്മൾ ദൂതന്മാരെ കാണുന്നുണ്ട്. ദൂതന്മാരുടെ അകമ്പടിയോട് ദൂതന്മാർ 4 ദിക്കിൽ നിന്നും വൃതന്മാരെ ചേർക്കുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുപോലെ തന്നെ ലോകാവസാനത്തിൽ നീതിമാന്മാരുടെ മധ്യത്തിൽ നിന്നും ദുഷ്ടന്മാരെ വേർതിരിക്കുന്നത് ദൂതന്മാരാണ് എന്ന് നമ്മൾ മത്തായി സുവിശേഷം 13-ാം അധ്യായം 37 മുതൽ 42 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 37 മുതൽ 42 വരെ. അവിടെ ലോകാവസാനത്തിൽ നീതിമാന്മാരിൽ നിന്നും ദുഷ്ടന്മാരെ വേർതിരിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്നത് ദൂതന്മാരെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 10 മുതൽ 12 വാക്യങ്ങളിൽ വരുമ്പോൾ പുതിയ യെരൂശലേമിന്റെ ഗോപുരവാതിൽ കാവൽ ചെയ്യുവാനായിട്ട് ദൈവം ദൂതന്മാരെ നിയോഗിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവിക പദ്ധതിയിൽ, ദൈവിക പ്രവർത്തന പദ്ധതിയിൽ നിർണായകമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്ന സൃഷ്ടികളാണ് ദൂതന്മാരെന്ന് കാണുവാനായിട്ട് കഴിയും. മനുഷ്യരെ ദൈവം തന്റെ പദ്ധതിക്കായിട്ട് സൃഷ്ടിച്ചതുപോലെ തന്നെ ദൂതന്മാരെയും തന്റെ പദ്ധതിക്കായിട്ട് ദൈവം സൃഷ്ടിച്ചു. മനുഷ്യൻ പാപം ചെയ്തു. അതുപോലെ തന്നെ ദൂതന്മാരിൽ ഒരു കൂട്ടം ആളുകൾ ദൈവത്തിനെതിരെ മത്സരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ വിഷയത്തിലേക്ക് നമ്മൾ പിന്നാലെ വരുന്നതാണ്. അപ്പോൾ ദൈവിക ദൂതന്മാരുടെ പ്രവർത്തന പദ്ധതിയുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സൃഷ്ടിപ്പ് മുതൽ, അതായത് പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചിരുന്നു. ദൈവത്തിന്റെ സേവകാത്മാക്കളായിട്ട്, അല്ലെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, ആരാധിക്കുവാനായിട്ട്, ദൈവത്തിന് സഞ്ചരിക്കുവാനായിട്ട്, കൂടെ സഞ്ചാര ഉപാധികളായിട്ട് ദൈവം കെരൂബുകളെ സൃഷ്ടിച്ചിരുന്നു എന്ന് നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നു.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ വിഷയം ചിന്തിച്ചു. ഭാവികാലത്തോടുള്ള ബന്ധത്തിലും ദൂതന്മാർക്ക് പങ്കാളിത്തമുണ്ട് സഭയെ ചേർക്കുക. അതായത് നമ്മുടെ രക്ഷയെ കുനിഞ്ഞു നോക്കുന്ന ദൂതന്മാർ, ആകാംക്ഷയോടെ നോക്കുന്ന ദൂതന്മാർ കർത്താവിന്റെ വരവിൽ കർത്താവിനെ അകമ്പടി സേവിക്കുന്നു. അത്രമാത്രം കൺസേൺഡ് ആണ് അവർ നമ്മുടെ രക്ഷയെക്കുറിച്ച്. കാരണം അവരുടെ ആരാധന വിഷയമായിരിക്കുന്ന, അവരുടെ സൃഷ്ടാവും ആരാധന വിഷയമായിരിക്കുന്ന കർത്താവ് മനുഷ്യന് വേണ്ടി ഒരുക്കിയ വീണ്ടെടുപ്പിന്റെ മാർഗം ദൂതന്മാർക്ക് വളരെ അതിശയം ഉളവാക്കുന്ന ഒന്നാണ്. കാരണം ദൂതന്മാരിൽ ഒരു കൂട്ടം പാപം ചെയ്തപ്പോൾ അവരെ ആ സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയുകയാണ് ചെയ്തത്. അവർക്കൊരു വീണ്ടെടുപ്പ് ദൈവം ഒരുക്കിയില്ല. എന്നാൽ മനുഷ്യൻ, തന്റെ കൈവേലയായിരിക്കുന്ന മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി സ്വന്തം പുത്രനെ, അല്ലെങ്കിൽ അവരുടെ ആരാധന വിഷയമായിരിക്കുന്ന ദൈവപുത്രനെ യാഗമാക്കി അയക്കുന്ന ആ ഒരു ചിത്രം ദൂതന്മാരുടെ ശ്രദ്ധ ആകർഷിച്ച വിഷയമാണ്. അതുകൊണ്ട് ദൈവം ആ വിശുദ്ധ ദൂതന്മാരെ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ അനുസരിച്ച് ഇന്നും ശുശ്രൂഷ ചെയ്യുന്ന ആ ദൂതന്മാരെ ദൈവം ആദരിക്കുന്നത് സഭയെ ചേർക്കാനായിട്ട് വരുമ്പോൾ തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ലോകാവസാനത്തിൽ ന്യായവിധിയുടെ സ്ഥാനത്ത് ഒക്കെയും ഇവർക്ക് പങ്കാളിത്തം കൊടുക്കുകയാണ്. അവർ കർത്താവിനോട് വിശ്വസ്തരായി നിന്നതുകൊണ്ട് അവർക്ക് പ്രതിഫലം കൊടുക്കുന്ന നീതിമാനായിരിക്കുന്ന ഒരു കർത്താവിനെയാണ് അവർ മുന്നിൽ കാണുന്നത്. നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കും, നമ്മൾ ഓൾറെഡി ചിന്തിച്ചു, നമുക്ക് വേണ്ടി ജാഗരിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മൾക്ക് വേണ്ടി പേഴ്സണൽ അറ്റൻഷൻ നൽകുന്ന ദൂതന്മാരെ ദൈവം നമുക്കിവിടെ ആക്കിയിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മളെക്കുറിച്ച് ദൈവദൂതന്മാർ ദൈവസേനകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ സാത്താന്റെ ഏജൻസ് നമുക്ക് അസിസ്റ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. അവര് നമ്മളെ പാപം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ദൈവദൂതന്മാർ നമ്മൾ പാപവഴികളെക്കുറിച്ച് അല്ലെങ്കിൽ അപകടങ്ങളെക്കുറിച്ച് സൂചന തരുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്നു. അതോടൊപ്പം തന്നെ മുമ്പിൽ വരുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് നമുക്ക് സൂചന തരുവാനായിട്ട് ദൈവദൂതന്മാരുടെ ശുശ്രൂഷ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ നിലയിലാണ് വിശുദ്ധ ദൈവദൂതന്മാരുടെ ശുശ്രൂഷയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന. ഭാവിയിലെ ന്യായവിധിയോടുള്ള ബന്ധത്തിലും ദൈവദൂതന്മാർക്ക് പങ്കാളിത്തമുണ്ട്. പുതിയ യെരൂശലേം, അതായത് നമുക്കറിയാം സ്വർഗീയ യെരൂശലേം, ഈ ആകാശഭൂമികൾക്കൊക്കെ മാറ്റം വന്ന് പുതിയ യെരൂശലേം സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ സെക്യൂരിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. കാരണം കർത്താവാണ് അവിടെ വാഴുന്നത്. എന്നാൽ അവിടെ ദൂതന്മാരെ ദൈവം ആദരിക്കുന്നത് അവരെ ഗോപുരവാതിക്കൽ അവർക്ക് സ്ഥാനം കൊടുത്ത് കാവൽ നിർത്തുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അവിടെ കള്ളന്മാരും കവർച്ചക്കാരും ദുഷ്ടന്മാരും വരുന്നത് കൊണ്ടല്ല, മറിച്ച് ദൂതന്മാർക്ക് ആ സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം, അല്ലെങ്കിൽ ആ പുതിയ യെരൂശലേമിൽ ദൂതന്മാർക്ക് ദൈവം പ്രത്യേക പങ്കാളിത്തം കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന വിഷയം, ദൂതന്മാരോട് ദൈവം ഈ കാണിക്കുന്ന പ്രത്യേക കരുതൽ അത് നമുക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം. കർത്താവ് നമ്മളെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ കർത്താവിനോട് കൂടെ ദൂതന്മാർ വരുന്നു. അപ്പോൾ കോടാനുകോടി വിശുദ്ധന്മാർ കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ, ഗംഭീരനാദം കേൾക്കുമ്പോൾ കല്ലറകൾ വിട്ട് പുറപ്പെട്ടത് രൂപാന്തരപ്പെട്ട് വരുന്ന ഭക്തന്മാരുണ്ട്. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ രൂപാന്തരപ്പെട്ട് അവരും കർത്താവിനോട് ചേരും. ഇങ്ങനെ കോടാനുകോടി വിശുദ്ധന്മാർ കർത്താവിനോട് ചേർക്കപ്പെടുമ്പോൾ അവരെ അകമ്പടി സേവിക്കാൻ, അല്ലെങ്കിൽ അവരെ സ്വാഗതം അരുളുവാനായിട്ട് കോടാനുകോടി ദൂതന്മാരുടെ ഒരു സംഘവും കർത്താവിനോട് കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കേണ്ട ഒരു വിഷയം. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം ഇങ്ങനെയൊക്കെ പോയാൽ പോരാ എന്ന് ഈ ചിത്രം ഒന്ന് നമ്മുടെ മനസ്സിലൊന്ന് കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഒക്കെ വരുമ്പോഴത്തേനും സ്വീകരിക്കുവാനായിട്ട് ലോക്കൽ മെമ്പേഴ്സും തൊട്ട് രാഷ്ട്രീയ പാർട്ടികൾ, പൊതുജനങ്ങൾ എല്ലാവരും ഇങ്ങനെ കൂടുന്നു. അതൊരു മനുഷ്യൻ വരുന്നതാണ്. പല കുറവുകളും പല പ്രശ്നങ്ങളും വിവിധ അഭിപ്രായങ്ങളൊക്കെ ഒരു മനുഷ്യൻ വരുമ്പോഴുള്ള ഒരു സംവിധാനമാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദൈവരാജ്യത്തിലേക്ക് കർത്താവ് ചേർക്കുന്ന സമയത്ത് അവർക്ക് സ്വാഗതം അരുളുവാനായിട്ട് വിശുദ്ധ ദൂതന്മാരുടെ വലിയൊരു ഗണം കർത്താവിനോട് കൂടി ഉണ്ട് എന്നുള്ളത് നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നമ്മുടെ വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം ജാഗ്രതയോടെ നടത്തേണ്ടതാണ് എന്നതിനൊരു മുന്നറിയിപ്പും ആയിരിക്കുന്നു. ദൈവിക ന്യായവിധിയിലും ദൈവം അവർക്ക് പങ്കാളിത്തം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും വിഷയങ്ങൾ നമ്മൾ ദൂതന്മാരുടെ ഭാവികാല ശുശ്രൂഷ എന്നുള്ള വിഷയത്തിൽ 4 പ്രധാന വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, സഭയെ ചേർക്കുവാൻ വരുമ്പോൾ കർത്താവിനോട് കൂടെ വരുന്നു. മഹത്വ പ്രത്യക്ഷത അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി വരുമ്പോൾ, അതായത് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. കർത്താവ് മധ്യാകാശത്തിലാണ് സഭയെ ചേർക്കുക. ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു, യെരൂശലേമിലേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭമാണ് മഹത്വ പ്രത്യക്ഷത എന്ന് നമ്മൾ പഠിക്കുന്നത്. ആ വിഷയങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഭാവികാല ശാസ്ത്രത്തിൽ പഠിച്ചതാണ്. മഹത്വ പ്രത്യക്ഷതയിലും ദൂതന്മാരുണ്ട്. ലോകാവസാനം അന്ത്യന്യായവിധിയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ അവിടെയും ദുഷ്ടന്മാരെ വേർതിരിക്കുവാനായിട്ട് ദൈവം ദൂതന്മാരെയാണ്
ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ യെരൂശലേം ഇതെല്ലാം കഴിഞ്ഞ് ഈ ഭൂമിയെ തീക്കിരയാക്കി പുതിയ പുതുവാന ഭൂമി അല്ലെങ്കിൽ നമ്മുടെ നിത്യരാജ്യം, സ്വർഗരാജ്യം എന്ന് നമ്മൾ പറയുന്ന നിത്യരാജ്യത്തിലേക്ക് നാം ചെല്ലുമ്പോൾ പുതിയ യെരൂശലേമിൽ ദൈവദൂതന്മാർ അവിടെ കാവൽക്കാരായിട്ടുണ്ട് എന്നും ദൈവവചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. ഇനി ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരു വിഷയം ഇനിയുള്ള ദൂതന്മാരുടെ വീഴ്ച എന്നുള്ള വിഷയമാണ്, അല്ലെങ്കിൽ പാപം ചെയ്ത ദൂതന്മാർ എന്നുള്ള വിഷയമാണ്. അതിനു മുമ്പ് ദൂതന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വചനത്തിൽ കാണുന്ന വേറൊരു പ്രയോഗമുണ്ട്. നമ്മൾ ആ വാക്ക് ഒന്ന് വായിച്ച് നമുക്കറിയാം. ഈ വിഷയം യഹോവയുടെ ദൂതൻ എന്നാണ് ആ വാക്ക് നമ്മൾ കാണുന്നത്. സാധാരണയായിട്ട് ഈ വിഷയം നമ്മൾ ക്രിസ്റ്റോളജി, ക്രിസ്തുശാസ്ത്രത്തോട് ചേർത്താണ് പഠിച്ചു പോകുന്നത്. എന്നാൽ ജസ്റ്റ് പലരും ഒന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നുള്ളൂ. അപ്പം യഹോവയുടെ ദൂതൻ എന്നത് വാസ്തവത്തിൽ ആരാണ്? കർത്താവാണെന്ന് പൊതുവായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ട് എന്നതുകൂടി മനസ്സിലാക്കി. ഇത് ഏഞ്ചലോളജിയുടെ ഭാഗമല്ല, പക്ഷെ യഹോവയുടെ ദൂതൻ എന്നുള്ളത് ഏഞ്ചൽ എന്നുള്ള വിഷയത്തിലേക്ക് വരുന്നത് കൊണ്ട് ഒന്ന് ചേർത്ത് പറഞ്ഞു പോകാം എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ആ വിഷയത്തിൽ കുറച്ച് വ്യക്തത വരുവാനായിട്ട് ചില കാര്യങ്ങൾ, ന്യായങ്ങൾ, എന്തുകൊണ്ട് അത് യേശു കർത്താവായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട്. ക്രിസ്റ്റോളജി പഠിക്കുമ്പോൾ നമ്മൾ ആ വിഷയം കൂടുതൽ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. എന്നാൽ അതിനോട് ചേർത്ത് യഹോവയുടെ ദൂതൻ എന്നുള്ള വാക്ക് വരുമ്പോൾ അതിനകത്ത് രണ്ട് വിഷയമുണ്ട്. പഴയ നിയമത്തിൽ യഹോവയുടെ ദൂതൻ എന്ന് പറയുന്നുണ്ട്, പുതിയ നിയമത്തിൽ കർത്താവിന്റെ ദൂതൻ എന്നും പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്നുള്ളതിന്റെ ലോർഡ് എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റലാണ്. പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ കർത്താവിന്റെ ദൂതൻ എന്ന് പറയുന്നുണ്ട്. അത് ആദ്യ ലെറ്റർ എൽ ക്യാപിറ്റലും ബാക്കിയുള്ളത് സ്മോൾ ലെറ്ററുമാണ്. ഇത് രണ്ടും ഒന്നല്ല. അത് പറയാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞത്. പഴയ നിയമത്തിൽ പറയുന്ന യഹോവയുടെ ദൂതൻ അല്ലെങ്കിൽ കർത്താവിന്റെ ദൂതൻ എന്ന് പറയുന്നതും പുതിയ നിയമത്തിൽ കർത്താവിന്റെ ദൂതൻ എന്ന് പറയുന്നതും അല്പം വ്യത്യാസമുണ്ട്. കർത്താവിന്റെ ജനനത്തെക്കുറിച്ചാണ് പുതിയ നിയമത്തിൽ കർത്താവിന്റെ ദൂതൻ എന്ന് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ കർത്താവിന്റെ ദൂതൻ എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ പറയുമ്പോൾ അത് യേശുക്രിസ്തുവിനെ കുറിച്ചല്ല. കാരണം യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചാണ് അവിടെ ദൂതൻ എന്ന് പറയുന്നത്. അത് ആരായിരുന്നു എന്ന് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ ഗബ്രിയേൽ ദൂതനാണ് ആ കർത്താവിന്റെ ദൂതനായി അവിടെ സന്ദേശമായിട്ട് വന്നത് എന്ന് വ്യക്തമാക്കുന്നു. മത്തായി സുവിശേഷത്തിൽ കർത്താവിന്റെ ദൂതൻ എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അത് ഗബ്രിയേലാണ് എന്ന് പറയുന്നുണ്ട്. ആ കർത്താവിന്റെ ദൂതനല്ല പഴയ നിയമത്തിൽ കാണുന്ന കർത്താവിന്റെ ദൂതൻ അല്ലെങ്കിൽ യഹോവയുടെ ദൂതൻ എന്ന് പറയുന്നത്. യഹോവയുടെ ദൂതൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക് മലക് യാഹ്വേ. മലക് എന്ന് പറഞ്ഞാൽ ദൂതൻ. മാലാഖ എന്ന വാക്ക് മലക് എന്ന എബ്രായ പദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. മലക് യാഹ്വേ ഓർ യഹോവ എന്ന് എങ്ങനെ നമുക്കറിയാം. എബ്രായ ഭാഷയിൽ വൗവൽസ് ഇല്ല, അതുകൊണ്ട് YHWH എന്ന് മാത്രമാണ് നമ്മൾ എബ്രായ ഭാഷയിൽ അത് കാണുന്നത്. നമുക്കത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ യഹോവ എന്നോ യാഹ്വേ, ശരിയായ പ്രൊനൗൺസിയേഷൻ മലക് യാഹ്വേ എന്നാണ്. മലക് എലോഹിം എന്നും പറയാറുണ്ട് ദൈവത്തിന്റെ ദൂതന്മാർ എന്നതിനെ കുറിച്ച്. പക്ഷെ യഹോവയുടെ ദൂതൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വേദഭാഗങ്ങളിൽ മലക് യഹോവ അല്ലെങ്കിൽ മലക് യാഹ്വേ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി പ്രവചനം, സകര്യാ പ്രവചനം വരെ നമ്മൾ ഈ യഹോവയുടെ ദൂതനെ കാണുന്നുണ്ട്. അപ്പൊ ഈ ദൂതന്മാരിൽ ആരെങ്കിലും ആണോ യഹോവയുടെ ദൂതൻ? മറ്റുള്ളവരും യഹോവയുടെ ദൂതന്മാർ തന്നെയാണല്ലോ. അപ്പോൾ ഈ യഹോവയുടെ ദൂതൻ എന്താണ് പ്രത്യേകത? അതാണ് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്ന വിഷയം. മറ്റു ദൂതന്മാരിൽ നിന്നും വ്യത്യസ്തനായി പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ഒരു ദൂതനാണ് യഹോവയുടെ ദൂതൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദൂതൻ എന്ന് ഞാൻ പറയാൻ കാരണം യഹോവയുടെ ദൂതൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി പ്രത്യക്ഷപ്പെടുന്നതൊക്കെ പുരുഷ രൂപത്തിൽ അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ഈ ദൂതൻ വെളിപ്പെടുന്നത്. മനുഷ്യരൂപത്തിൽ എന്ന് പറയാം. അത് ഞാൻ അങ്ങനെ പറഞ്ഞൊരു കാരണമുണ്ട്. ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യരൂപത്തിൽ മറ്റു ദൂതന്മാരും മനുഷ്യരൂപത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ദൂതന്മാരുടെ പ്രത്യക്ഷതകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവർ പുരുഷ രൂപത്തിലാണ് സാധാരണയായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ യഹോവയുടെ ദൂതന്റെ പ്രത്യക്ഷതയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യഹോവയുടെ ദൂതൻ യഹോവയ്ക്ക് സമനായിട്ടാണ് വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ യഹോവയുടെ അതേ അധികാരമുള്ള അല്ലെങ്കിൽ യഹോവയായി തന്നെയാണ് യഹോവയുടെ ദൂതൻ വെളിപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7 മുതൽ 13 വരെ എല്ലാ വാക്യങ്ങളും എന്നാൽ പ്രധാന വാക്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു പോകുന്നുണ്ട്. എല്ലാ വാക്യങ്ങളും നമ്മൾ യഹോവയുടെ ദൂതൻ എന്ന് സെർച്ച് കഴിഞ്ഞാൽ കൺകോർഡൻസ് എല്ലാ വാക്കും കിട്ടും. ഏഞ്ചൽ ഓഫ് ഗോഡ്, ഏഞ്ചൽ ഓഫ് യാഹ്വേ എന്ന് നമ്മൾ യഹോവ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ
എല്ലാ റെഫറൻസും കിട്ടും. ചില വാക്യങ്ങളിൽ അത് ദൂതന്മാരെ കുറിച്ചാണ്. എന്നാൽ യഹോവയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്ന വിഷയം അബ്രഹാമിന്റെ സന്നിധിയിൽ നിന്ന് ഹാഗാർ സാറായുടെ ഉപദ്രവ നിമിത്തം അബ്രഹാമിനെ വിട്ട് പുറപ്പെടുന്ന രംഗമാണ് നമ്മൾ ഈ വേദഭാഗത്ത് വായിക്കുന്നത്. അവിടെ ഹാഗാറിന് മുമ്പിൽ യഹോവയുടെ ദൂതൻ അവൾക്ക് മരുഭൂമിയിൽ വെച്ച് പ്രത്യക്ഷനായി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അവിടെ സംസാര മധ്യേ, നമ്മൾ ആ വേദഭാഗം മുഴുവൻ ഇവിടെ വായിക്കുന്നില്ല, അവിടെ സംസാര മധ്യേ ആ വിഷയം ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്, നമുക്ക് പിന്നാലെ അത് ശ്രദ്ധിച്ചു വായിക്കാം. അവിടെ ഹാഗാറിനോട് യഹോവയുടെ ദൂതൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇവനെ വലിയൊരു ജാതിയാക്കും എന്നുള്ള വാഗ്ദത്തം ഈ യഹോവയുടെ ദൂതൻ കൊടുക്കുന്നു. യഹോവ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്നാണ് സ്വാഭാവികമായിട്ടും ഒരു ദൂതൻ പറയേണ്ട വാക്ക്. എന്നാൽ അന്ന് ദൂതൻ അല്ലെങ്കിൽ മെസ്സഞ്ചർ എന്ന് പറയുന്നത് ദൈവം അരുളി ചെയ്തിരിക്കുന്ന വാക്കുകൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും, യഹോവ നിന്നെ അനുഗ്രഹിക്കും, സന്താനപുഷ്ടിയുള്ളവനെ വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ് ഈ ദൂതനാണെങ്കിൽ, ഒരു സ്വാഭാവിക ദൂതനാണെങ്കിൽ സംസാരിക്കേണ്ടിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ യഹോവയുടെ ദൂതൻ ഹാഗാറിനോട് പറയുന്നത് യഹോവ ഇവനെയും വലിയൊരു ജാതിയാക്കും എന്ന് പറയുന്നു. അതിലുപരി ശ്രദ്ധേയമായിരിക്കുന്ന വിഷയം ഹാഗാർ ഈ യഹോവയുടെ ദൂതനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത്. അവിടെ ഹാഗാർ യഹോവയുടെ ദൂതനെ വിളിക്കുന്നത് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അവിടെ നമ്മൾ വായിക്കുന്നത് യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അപ്പോൾ ഹാഗാറിന്റെ ബോധ്യത്തിൽ, ഹാഗാറിന്റെ അനുഭവത്തിൽ യഹോവയുടെ ദൂതൻ എന്ന് പറയുന്നത് യഹോവ തന്നെയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ വെളിപ്പെടുന്ന യഹോവ ആരാണ് എന്നതാണ് അടുത്ത വിഷയം. നമ്മൾ ആ വിഷയത്തിലേക്ക് വരും. അപ്പോൾ ഇവിടെ യഹോവയായ ദൈവം തന്നെയാണ് യഹോവയുടെ ദൂതനായിട്ട് വെളിപ്പെടുന്നത്. ചില സന്ദർഭങ്ങളിൽ യഹോവ എന്ന വാക്ക് പിതാവാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ചിലപ്പോൾ പുത്രന ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് വ്യക്തമായിട്ട് വരും. ഇവിടെ നമ്മൾ പൊതുവായിട്ട് ആ വിഷയം എടുക്കുന്നു. യഹോവയുടെ ദൂതൻ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. കാരണം ഹാഗാർ ആ വിഷയം മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പുരാതന കാലത്തെ എബ്രായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ കാലത്തെ അവരുടെ കാഴ്ചപ്പാടും ആത്മീക ദർശനവും ഭാഷാ രീതിയും ഒക്കെ വെച്ച് യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞാൽ യഹോവ തന്നെ എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. യഹോവ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, യഹോവ ഹാഗാറിനോട് സംസാരിച്ചപ്പോൾ അവൾക്ക് ബോധ്യപ്പെട്ടതും ഈ യഹോവ തന്നെയാണ് തന്നോട് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം അവൾക്കുണ്ടായി. അതുകൊണ്ട് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഹാഗാറിന് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും അവൾക്ക് ബോധ്യമായത് തൻ്റെ മുമ്പിൽ യഹോവ പ്രത്യക്ഷമായി, അല്ലെങ്കിൽ ദൈവം പ്രത്യക്ഷമായി. അപ്പൊ ദൈവത്തിന്റെ ഒരു കേവലം ദൂതനായിട്ട് മാത്രമല്ല, ദൈവമായി തന്നെയാണ് ഹാഗാർ ഈ യഹോവയുടെ ദൂതനെ കാണുന്നത്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 11 മുതൽ 18 വരെ, ഉൽപ്പത്തി പുസ്തകം 22, 11 മുതൽ 18 വരെ, അവിടെ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് ആ വിഷയം. നമ്മളൊക്കെ സ്ഥിരം വായിക്കുന്ന വേദഭാഗമായതുകൊണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കാനായിട്ട് ആ നിലയിൽ സമയം കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അവിടുത്തെ വിഷയം മാത്രം പറഞ്ഞു പോകാം. അവിടെ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി യാഗം അർപ്പിക്കുവാനായിട്ട് ഇസ്ഹാക്കിനെ പിടിച്ച് കിടത്തി, യാഗപീഠത്തിന്മേൽ കിടത്തി കഴിയുമ്പോൾ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത് എബ്രായ ലേഖനം എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ റെഫറൻസ് ഞാൻ പറയാം, റെഫറൻസ് എഴുതാൻ വിട്ടുപോയി. എബ്രായ ലേഖനത്തിൽ ഈ വിഷയം പറയുമ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി എന്നാണ് നമ്മളോട് വായിക്കുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യം. അവിടുത്തെ വിഷയം ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കുവാനായിട്ട് അബ്രഹാം തയ്യാറായത് നിമിത്തം ഇസ്ഹാക്ക് മുഖാന്തരം അബ്രഹാം വലിയൊരു ജാതിയായി, അല്ല ദൈവം അബ്രഹാമിനെ വലിയൊരു ജാതിയാക്കി മാറ്റും എന്നുള്ള വാഗ്ദത്തം കൊടുക്കുമ്പോൾ
എബ്രായ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ, അപ്പോൾ ഇവിടെ ആക്ച്വലി വന്ന് വാഗ്ദത്തം ചെയ്യുന്നത് യഹോവയുടെ ദൂതനാണ്. എന്നാൽ എബ്രായ ലേഖന കർത്താവ് അപ്പോസ്തലൻ പൗലോസ് ഈ വിഷയം പറയുമ്പോൾ ദൈവമാണ് അത് വാഗ്ദത്തം ചെയ്തത് എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ യഹോവയുടെ ദൂതൻ എന്നത് വ്യക്തമാകുന്നു. അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ ദൂതൻ പറയുന്നത് ഞാൻ യഹോവയാണ് എന്ന് കർത്താവ് തന്നെ, അല്ലെങ്കിൽ യഹോവ തന്നെ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 3 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ജഡ്ജസ് 13 3 മുതൽ 22 വരെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദൂതശാസ്ത്രം പഠിച്ചു വന്നപ്പോൾ ആ വിഷയം ഓർത്താണ്. മനോഹയോട് യഹോവയുടെ ദൂതൻ വന്ന് സംസാരിക്കുമ്പോൾ മനോഹയുടെ ഭാര്യ അവിടെ ആ ദൈവപുരുഷന്റെ രൂപം ദൈവദൂതനെ പോലെ അതിശയകരമായ ഒരു രൂപമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവദൂതന്മാരെ കുറിച്ചൊരു കൺസെപ്റ്റ് ഇവർക്കുണ്ട്. യഹൂദന്മാരായിരിക്കുന്ന ആളുകൾക്ക് ദൈവദൂതന്മാർ പലപ്പോഴും പ്രത്യക്ഷരായിട്ടുള്ളത് കൊണ്ട് അവർക്ക് ദൂതന്മാരുടെ പ്രത്യക്ഷതയെക്കുറിച്ചൊരു ഗ്രാഹ്യമുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ 16-ാം അധ്യായം ലോകത്തിനുള്ള ബന്ധത്തിൽ കാണുന്ന സ്വാഭാവിക മനുഷിക വേഷത്തിൽ അവർ വന്നു. സ്വാഭാവിക മനുഷ്യരെ പോലെ അവര് അബ്രഹാം അവരെ കൈക്കൊണ്ടു. സ്വതോം നിവാസികൾ സ്വാഭാവിക മനുഷ്യരോട് എന്ന പോലെ അവരോട് പെരുമാറി. ഇങ്ങനെ സ്വാഭാവിക വേഷത്തിൽ വന്നു. എന്നാൽ മനോഹ കാണുന്ന യഹോവയുടെ ദൂതന് ഒരു പ്രത്യേകത അവിടെയുണ്ട്. അവിടെ അതിശയമുള്ള ഒരു പേര്. അതിന്റെ പേര് എന്തെന്ന് ചോദിക്കുമ്പോൾ ആ യഹോവയുടെ ദൂതൻ അതിശയമുള്ളത് എന്ന് പറയുന്നു. അവിടെ യഹോവയുടെ ദൂതനെ അവർ കണ്ടു കഴിയുമ്പോൾ ദൂതൻ വന്ന് സംസാരിച്ചു, യാഗമർപ്പിക്കാനായിട്ട് പറഞ്ഞപ്പോൾ യഹോവയ്ക്ക് അർപ്പിക്കുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ ദൂതൻ വന്നു, യഹോവയ്ക്ക് യാഗമർപ്പിക്കുവാനായിട്ട് പറഞ്ഞു. ഇവിടെ രണ്ടുപേരെ നമ്മൾ കാണുന്നുണ്ട്. യഹോവയും കാണുന്നു, യഹോവയുടെ ദൂതനെയും കാണുന്നു. ഇവിടെ കർത്താവ് തനിക്ക് തന്നെ യാഗമർപ്പിക്കുവാനായിട്ടല്ല പറയുന്നതെന്ന് നമ്മൾ പിന്നാലെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ യഹോവയുമുണ്ട്, യഹോവയുടെ ദൂതനുമുണ്ട്. അപ്പോൾ യഹോവയ്ക്ക് നിങ്ങളൊരു യാഗം അർപ്പിക്കുന്നുവെങ്കിൽ എനിക്കല്ല, യഹോവയ്ക്ക് അർപ്പിക്കുക എന്ന് പറയുന്നു. ഈ സംഭവത്തിന് ശേഷം ഇവർ പരസ്പരം എന്നിട്ട് സംസാരിക്കുമ്പോൾ അയ്യോ ഞങ്ങൾ ദൈവത്തെ കണ്ടുപോയല്ലോ, എന്നിട്ട് മരിച്ചില്ലല്ലോ എന്ന് ഭാരപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവർ കണ്ടത് യഹോവയെ അല്ല, യഹോവയുടെ ദൂതനെയാണ് എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവർ പറയുന്ന ഒരു വിഷയം, നമ്മൾ ദൈവത്തെ കണ്ടിട്ട് മരിച്ചു പോയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ ശിംശോന്റെ മാതാപിതാക്കൾക്കും യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായി കണ്ട വിഷയം യഹോവയുടെ ദൂതൻ യഹോവയ്ക്ക് സമനായിട്ട് വെളിപ്പെടുന്നു. ആ വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. യഹോവയുടെ ദൂതൻ യഹോവയ്ക്ക് സമനായിട്ട്, അല്ലെങ്കിൽ യഹോവയ്ക്ക് തുല്യനായിട്ട് യഹോവയായി തന്നെ വെളിപ്പെടുന്നു എന്നാണ് നമ്മൾ കണ്ടത്. ഉൽപ്പത്തി 16-ന്റെ 7 മുതൽ 13 വരെ, ഉൽപ്പത്തി 22-ന്റെ 11 മുതൽ 18 വരെ. ഇനി അനേകം വാക്യങ്ങൾ പഴയ നിയമത്തിലുണ്ട്, അതെല്ലാം എടുക്കേണ്ട ആവശ്യമില്ല. ന്യായാധിപന്മാർ 13-ന്റെ 3 തൊട്ട് 22 വരെ ഈ വാക്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ഇനി അതോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു വിഷയം, ഇവിടെ ന്യായവിധിക്കായിട്ട് നിൽക്കുന്ന ദൂതനെ യഹോവയായിട്ടാണ് ദാവീദ് കാണുന്നത്. അപ്പോൾ ആരാണ് ഈ യഹോവയുടെ ദൂതൻ എന്ന് മനസ്സിലാക്കുവാൻ ഈ വിഷയങ്ങൾ നമ്മൾക്ക് സഹായകമാകും. ഒന്ന്, ന്യായം വിധിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യഹോവയുടെ ദൂതൻ വെളിപ്പെട്ട് വരുന്നത്. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 15-ാം വാക്യം. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 5-ാം വാക്യം. 15-ാം വാക്യം. 1 ദിനവൃത്താന്തം 21-ന്റെ 15. ഇവിടെ ദാവീദ് ജനങ്ങളെ എണ്ണുവാനായിട്ട് പ്രേരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ് അത് പാപകരമായി തീർന്നു കഴിഞ്ഞപ്പോൾ ദൈവം ന്യായം വിധിക്കാനായി വാളുമായിട്ട്, യഹോവയുടെ ദൂതൻ വാളുമായിട്ട് നിൽക്കുന്നത് ദാവീദ് കാണുകയാണ്. ദാവീദ് കണ്ടു കഴിയുമ്പോൾ അവിടെ യഹോവയുടെ ദൂതൻ കൽപ്പിക്കുന്ന വിഷയം, ആ വാക്യം പിന്നീട് വായിച്ചാൽ മതി. നീ പോയി ഇന്ന സ്ഥലത്ത് ഇന്ന ആളുടെ സ്ഥലം വാങ്ങി അവിടെ യാഗം അർപ്പിക്കുവാനായിട്ടാണ്, ഈ ശിക്ഷയിൽ നിന്ന് വിടുതലിന് വേണ്ടി യാഗം അർപ്പിക്കുവാനായിട്ടാണ് യഹോവയുടെ ദൂതൻ അവിടെ ആവശ്യപ്പെടുന്നത്. എന്നാൽ യഹോവയുടെ ദൂതന്റെ ആവശ്യത്തെ ദാവീദ് യഹോവയുടെ കൽപ്പനയായിട്ട് തന്നെ കാണുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 2 രാജാക്കന്മാർ 19-ന്റെ 35 വരുമ്പോൾ ഇസ്രായേലിന് വേണ്ടി യഹോവയുടെ ദൂതൻ യുദ്ധം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 2 രാജാക്കന്മാർ 19-ാം അധ്യായം 35-ാം വാക്യം. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണലി പിന്നീട് ഈ വിഷയം പഠിക്കുമ്പോൾ നിങ്ങൾ എടുത്തു നോക്കിയാലും മതി, മുഴുവൻ വായിച്ചാൽ നമ്മുടെ സമയം ഒത്തിരി പോകും. അപ്പോൾ ഇവിടെ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് യഹോവയുടെ ദൂതനെ അവിടെ വെളിപ്പെടുത്തുന്നത്. യോശുവയുടെ പുസ്തകം 5-ന്റെ 13 മുതൽ 15 വരെ.
യോശുവയുടെ പുസ്തകം 5:13-15 വരെ. അവിടെ നമുക്കറിയാം കനാൻ ദേശത്ത് പ്രവേശിച്ചതിന് ശേഷം യോശുവ ദൈവസന്നിധി നിൽക്കുവാനായിട്ട് യഹോവയുടെ ദൂതൻ യോശുവയ്ക്ക് പ്രത്യക്ഷനാകുന്നു. അതാണ് സന്ദർഭം. ആ സന്ദർഭത്തിൽ ഈ യഹോവയുടെ ദൂതൻ യോശുവോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ വായിക്കുന്നത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. അവിടെ ദൈവസന്നിധി അല്ല, യഹോവയുടെ ദൂതൻ അവിടെ വന്ന് നിൽക്കുകയാണ്. ആ സ്ഥലത്തിന് ആ സന്ദർഭം അവിടെ വേറെ കാര്യങ്ങളൊന്നും യോശുവായിട്ട് സംസാരിച്ചു എന്നല്ലാതെ വേറെ യാഗസ്ഥലമോ യാഗപീഠമോ ഒന്നുമുള്ള സ്ഥലമല്ലാതെ യോശുവ നിന്ന സ്ഥാനത്ത് യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനാകുമ്പോൾ അവനോട് പറയുന്ന വിഷയം, നീ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക, കാരണം നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. ഇതേ പ്രസ്താവന തന്നെയാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് മുൾപ്പറപ്പിൽ വെച്ച് ദൈവം പ്രത്യക്ഷനാകുമ്പോൾ മോശയോട് ദൈവം പറയുന്ന വിഷയം ഇത് തന്നെയാണ്. നിന്റെ കാലിൽ നിന്ന്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. ഇത് രണ്ട് സന്ദർഭവും ശരിയാണ്. ഈ രണ്ട് സന്ദർഭം ചേർത്ത് പഠിച്ചാൽ ഈ യഹോവയുടെ ദൂതനായിട്ടാണ് മുൾപ്പടർപ്പിലും പ്രത്യക്ഷപ്പെട്ടത്, യോശുവയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതും യഹോവയുടെ ദൂതനായിട്ടാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, അവിടെയാണ് നമ്മൾ വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2 മുതൽ 6 വരെ അവിടെ നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞതിന് ശേഷം യഹോവ മോശയോട് എന്നവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ യഹോവ തന്നെയാണ് യഹോവയുടെ ദൂതനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടത്, വെളിപ്പെട്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന വേദഭാഗങ്ങളിൽ, ഇത്രയും വേദഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, ഈ വേദഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യഹോവ തന്നെ യഹോവയുടെ ദൂതനായിട്ട് പ്രത്യക്ഷപ്പെടുന്നു, വെളിപ്പെടുന്നു, ജനങ്ങളോട് സംസാരിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യഹോവയുടെ ദൂതൻ യഹോവയിൽ നിന്നും വ്യത്യസ്തനായി വെളിപ്പെടുന്നു. ആദ്യം യഹോവയുടെ ദൂതൻ യഹോവയ്ക്ക് സമനായി വെളിപ്പെടുന്നു. രണ്ടാമതായിട്ട് യഹോവയുടെ ദൂതൻ യഹോവയിൽ നിന്നും വ്യത്യസ്തനായി വെളിപ്പെടുന്നു. ഇതൊരു മറിമായമല്ല. ഇത് രണ്ട് വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു വിഷയം. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ വെളിപ്പാടുകൾ എങ്ങനെയായിരുന്നു, ദൈവം എങ്ങനെയാണ് തന്നെ വെളിപ്പെടുത്തിയത്, മനുഷ്യർക്ക് വെളിപ്പെട്ട ദൈവം അതാരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം ഈ ക്രമീകരണം ചെയ്തിരിക്കുന്നു. നമ്മളുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇതിനെ പോയിന്റായിട്ട് വിഭജിച്ച് പഠിച്ചു പോകുകയാണ്. അപ്പൊ യഹോവയുടെ ദൂതൻ രണ്ട് നിലയിൽ നിൽക്കുന്നു, രണ്ടായിട്ട് വിഭജിച്ചു പോകുന്നു എന്നല്ല അതിന്റെ ആശയം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ നിലയിൽ പോയിന്റായിട്ട് ചിത്രീകരിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ നമ്മൾ ഓൾറെഡി ആ വാക്യം കണ്ടതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 13 അധ്യായം 3 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് ശിംശോന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ അവിടെ ഓൾറെഡി ആ വാക്യം ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ യാഗം അർപ്പിക്കുന്നുവെങ്കിൽ യഹോവയ്ക്ക് അർപ്പിക്കുക. അവിടെ സംസാരിക്കുന്നത് യഹോവയുടെ ദൂതനാണ്. യാഗം അർപ്പിക്കുവാൻ പറയുന്നത് യഹോവയ്ക്ക് അർപ്പിക്കുവാനായിട്ടാണ്. അവിടെ രണ്ട് വ്യത്യസ്ത വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സഖരിയ പ്രവചനം 1-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സഖരിയ പ്രവചനം 1-ാം അധ്യായം 11 തൊട്ട് 13 വരെ. അവിടെ സഖരിയാവ് കാണുന്ന ദർശനത്തോടുള്ള ബന്ധത്തിൽ കൊഴുന്തുകളുടെ ഇടയിൽ യഹോവയുടെ ദൂതൻ നിൽക്കുന്നതായിട്ട് കാണുന്നു. ആ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതന്റെ അടുത്ത് കുതിരകൾ നിൽക്കുന്നു. അതാണ് അവിടുത്തെ വേദഭാഗം. അത് ഫുള്ളി ഞാൻ വായിക്കുന്നില്ല, അത് പിന്നാലെ നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ കുതിരകൾ നിൽക്കുന്നു. ഇത് ആരാണ് എന്ന് പ്രവാചകൻ ചോദിക്കുമ്പോൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്ന ജീവികളത്രേ എന്ന് യഹോവയുടെ ദൂതൻ അവരോട് പറയുകയാണ്. അവിടെ യഹോവയുടെ ദൂതൻ, നമ്മൾ ആദ്യം കാണുന്നത് യഹോവയുടെ ദൂതനോട് സംസാരിച്ചു. നമുക്ക് വാക്യം ഒന്ന് വായിക്കാം. അപ്പോൾ കുറച്ചൊരു ക്ലാരിഫിക്കേഷൻ അവിടെ ആവശ്യം വരും. സഖരിയ പ്രവചനം അവൻ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു, സർവ്വഭൂമിയെ സ്വസ്ഥമായി വിശ്രമിക്കുന്നത് കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവേ,
ഈ 70 സംവത്സരം നീ ക്രുദ്ധിച്ചിരിക്കുന്ന യെരുശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്ന് ചോദിച്ചു. അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. മതി. ഇവിടെ 12ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവേ, ഈ 70 സംവത്സരം ക്രൂദ്ധിച്ചിരിക്കുന്ന യെരുശലേമിനോടും യഹൂദാ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്ന് ചോദിച്ചു. അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട്. അപ്പൊ ഇവിടെ 2 പേരെ എടുത്ത് പറയുകയാണ്. ഒന്ന് യഹോവയുടെ ദൂതനും മറ്റൊന്ന് യഹോവയും. അപ്പോൾ യഹോവയുടെ ദൂതൻ യഹോവയോട് ചോദിക്കുകയാണ്, ഇസ്രായേൽ ജനത്തിനെതിരെ പ്രവർത്തിക്കുന്നവരോട്, നീ ക്രൂദ്ധിച്ചിരിക്കുന്നവരോട്, അല്ലെങ്കിൽ ഈ 70 സംവത്സരം നീ ക്രൂദ്ധിച്ചിരിക്കുക, അതായത് 70 സംവത്സരം ദൈവം ഇസ്രായേൽ ജനത്തോട് കോപിച്ചിരിക്കുകയാണ്, ഇവരോട് ഇനി എത്ര കാലം കരുണ കാണിക്കാതിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ യഹോവ കൊടുക്കുന്ന മറുപടിയാണ്, സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായിരിക്കുന്ന വാക്കും അല്ലിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനൊരു മോചനമുണ്ട് എന്നുള്ള സന്ദേശം ഈ യഹോവയുടെ ദൂതനോട് യഹോവ പറയുന്നു. അപ്പോൾ ഈ വാക്യത്തിൽ നമുക്ക് എടുത്ത് കാണുവാനായിട്ട് കഴിയുന്നത് ഈ 2 വ്യക്തികളെ വ്യത്യസ്തമായിട്ട്, യഹോവയും യഹോവയുടെ ദൂതനെയും 2ആയിട്ട് വേർതിരിച്ചു പറയുന്നു. ഇത് 2 വ്യക്തികളാണ്, ദൈവിക ആളത്വങ്ങളിലെ 2 വ്യക്തികളാണ്. ഒന്ന് യഹോവയുടെ ദൂതനാണ്, ഒന്ന് യഹോവ ദൈവമാണ് നമുക്കറിയാം. യഹോവയുടെ ദൂതൻ ആരാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയം. അപ്പോൾ യഹോവയോട് സംസാരിക്കുന്ന യഹോവയുടെ ദൂതനെ നമ്മളിവിടെ കാണുന്നു. ഇനി നമ്മൾ സെഹറിയ പ്രവചനം തന്നെ 3-ാം അധ്യായം 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ, അത് നമുക്കറിയാവുന്ന ഒരു വേദഭാഗമാണ്. യോശുവ, പുരോഹിതനായിരിക്കുന്ന യോശുവ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ യോശുവയെ കുറ്റം പറയുവാനായിട്ട് സാത്താൻ അവിടെ ചെല്ലുന്നതായിട്ട് നമുക്ക് വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഇതേപോലെ തന്നെ യഹോവ എന്നും യഹോവയുടെ ദൂതൻ എന്നും അവിടെ പ്രത്യേകമായിട്ട് നിൽക്കുന്നു. അവിടെ നമ്മൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് അതിന്റെ ഓർഡർ ഇങ്ങനെ മനസ്സിലാക്കാം. ഞാൻ ഫുള്ള് വായിക്കുന്നില്ല. യഹോവയുടെ ദൂതന്റെ മുമ്പിൽ യോശുവ നിൽക്കുന്നു. സാത്താൻ കുറ്റം ചുമത്തുവാനായിട്ട് അവിടെ ഹാജരാകുന്നു. യഹോവ സാത്താനോട്, യഹോവ നിന്നെ ഭർത്തിക്കുന്നു. അവിടുത്തെ വിഷയം യഹോവയുടെ ദൂതനുമുണ്ട്, യഹോവ അവിടെ നിൽക്കണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പുരോഹിതൻ നിൽക്കുന്നത് യഹോവയുടെ ദൂതന്റെ മുമ്പാകെയാ, യഹോവയുടെ മുമ്പാകെയല്ല. യഹോവ പിതാവായ ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിനുള്ള പേരാണ് യഹോവ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹോവ എന്ന വാക്ക് പിതാവിനോടുള്ള ബന്ധത്തിലും യഹോവയുടെ ദൂതനോടുള്ള ബന്ധത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്ന, അല്ലെ മനസ്സിലാക്കി വരുന്ന വിഷയം. അപ്പോൾ ഇവിടെ ഞാൻ നിന്റെ അകൃത്യം പോക്കും എന്ന് യഹോവയുടെ ദൂതൻ ഈ യോശുവയോട് പറയുന്നതായിട്ട് വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതേ വിഷയം തന്നെ മത്തായി സുവിശേഷം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. അതായത് നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികളാണ് പ്രധാനമായിട്ടും യഹോവയുടെ ദൂതൻ എന്ന് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 91-ാം സങ്കീർത്തനം 9-ാം വാക്യം, 91-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ അവിടെ യഹോവയെ, പിതാവായ ദൈവത്തെ യഹോവ എന്നും യഹോവയുടെ ദൂതനെ പുത്രനായും വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നമ്മൾ വായിക്കുന്നത് യഹോവ നമ്മൾ വായിക്കാം. നല്ല 91-ാം സങ്കീർത്തനം 9-ാം വാക്യം, യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. അവിടെ യഹോവ എന്നും അത്യുന്നതനെന്നും എടുത്തു പറയുന്നു. യഹോവേ നീ എൻ്റെ സങ്കേതമായിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? നീ അത്യുന്നതനെ, ആര്? യഹോവ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. അവിടെ ഈ 2 വ്യക്തികളെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്. യഹോവയും, അത്യുന്നതൻ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെക്കുറിച്ചും യഹോവ എന്ന് പറയുന്നത് പുത്രനായ ദൈവത്തെക്കുറിച്ചുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ യഹോവ എന്നും യഹോവയുടെ ദൂതൻ എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ ഇന്റർചേഞ്ചബിളി, പരസ്പര പൂരകമായിട്ട് പരസ്പരം ചേർത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹോവയുടെ ദൂതൻ എന്നുള്ള വാക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ആദ്യമായിട്ട് അത് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതനാണ് എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ആ വിഷയത്തെ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ, അവിടെ പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന ഒരു ദൂതനല്ല, മറിച്ച് സ്രഷ്ടാവായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കറിയാം, പിതാവായ ദൈവം,
ദൈവിക ആളത്വങ്ങളിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികൾ ചേർന്ന ഏകസത്യ ദൈവം. അതാണ് തൃത്വം എന്ന് നമ്മൾ പറയുന്നത്. ഏകസത്യ ദൈവത്തിൽ 3 ആളത്വങ്ങളുണ്ട്, 3 വ്യക്തികൾ ചേർന്ന ഏകദൈവം. സാരാംശത്തിൽ എല്ലാ നിലയിലും അവർ തുല്യരായതുകൊണ്ട് അവർ ഏകമായി നിൽക്കുന്നു. ഏകദൈവമേ നമുക്കുള്ളൂ എന്ന് നമ്മൾ വായിക്കുന്ന പ്രകാരം. അപ്പൊ തൃത്വത്തിൽ 3 ആളത്വങ്ങളിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 ആളത്വങ്ങളിൽ മനുഷ്യർക്ക് അടുത്ത് ചെല്ലുവാനും ഇടപെടുവാനും സാധ്യമായിരിക്കുന്നത് പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിലല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തെ ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല, മീൻസ് പിതാവായ ദൈവം ആർക്കും വെളിപ്പെട്ടിട്ടില്ല, ആരും പിതാവായ ദൈവത്തെ കണ്ടിട്ടില്ല. പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ മടിയിൽ ഇരിക്കുന്നു എന്ന് കർത്താവ് പറയുന്ന പുത്രൻ. കർത്താവ് തന്നെയാണ് ആ ദൈവത്തെ, അല്ല ദൈവം ആരാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നത്. മനുഷ്യ ഉൽപ്പത്തി മുതൽ നിത്യത വരെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് ഈ പുത്രനായ ദൈവമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കാണുന്നില്ല. ഈ പുത്രനായ ദൈവം തന്നെ തന്നെത്താൻ വെളിപ്പെടുത്തുമ്പോൾ, തന്റെ തേജസ്സിന്റെ പ്രതാപത്തിൽ വെളിപ്പെടുമ്പോൾ ആളുകൾക്ക് കർത്താവിനെ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. മോശയ്ക്ക് വെളിപ്പെടുമ്പോൾ മോശയോട് പറയുന്നത്, എന്റെ മുഖ തേജസ് നിനക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല, ഞാൻ നിന്നെ പാറയുടെ വിള്ളലിൽ ഒളിപ്പിക്കും, ഞാൻ കടന്നുപോയി കഴിയുമ്പോൾ എന്റെ പിൻവശം മാത്രം നിനക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവ തേജസ്സിന്റെ മുമ്പാകെ നിൽക്കുവാനായിട്ട് കഴിയില്ല. അത് കർത്താവിന്റെ പ്രീ ഇൻകാർണേറ്റ് അപ്പിയറൻസ്, കർത്താവ് മനുഷ്യാവതാരം എടുക്കുന്നതിന് മുമ്പുള്ള കർത്താവിന്റെ പ്രത്യക്ഷതയാണ് യഹോവയുടെ ദൂതൻ എന്ന് പഴയ നിയമത്തിൽ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം ദൈവമായിട്ട് യഹോവ എന്നുള്ള പേരിൽ വെളിപ്പെടുമ്പോൾ, യഹോവയായി വെളിപ്പെടുന്നത് ചില സന്ദർഭങ്ങളിൽ പിതാവായ ദൈവം യഹോവ എന്ന പേരിൽ വെളിപ്പെടുന്നുണ്ട് ചില വേദഭാഗങ്ങളിൽ. എന്നാൽ നമ്മൾ യഹോവയുടെ ദൂതൻ എന്നുള്ള വാക്യത്തിനുള്ള ബന്ധത്തിൽ പഠിച്ചു വന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിഷയം കർത്താവിന്റെ പ്രീ ഇൻകാർണേറ്റ് അപ്പിയറൻസ് ആണ്. ജഡത്തിൽ മനുഷ്യാവതാരം എടുക്കുന്നതിന് അല്ലെങ്കിൽ പഴയ നിയമകാലത്തുള്ള കർത്താവിന്റെ പ്രത്യക്ഷതകളെയാണ് യഹോവയുടെ ദൂതൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇതിനെ ദൈവശാസ്ത്ര ഭാഷയിൽ ക്രിസ്റ്റോഫനി എന്ന് പറയുന്നുണ്ട്. തിയോഫനി എന്നും 2 വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. തിയോഫനി എന്ന വാക്കിന്റെ അർത്ഥം ദൈവിക പ്രത്യക്ഷതകൾ എന്നാണ്. ക്രിസ്റ്റോഫനി എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ പ്രത്യക്ഷതകൾ. അപ്പൊ കർത്താവ് തന്റെ ദൈവത്വത്തിൽ പഴയ നിയമകാലത്ത് പ്രത്യക്ഷമായ സാഹചര്യങ്ങളെയാണ് യഹോവയുടെ ദൂതൻ എന്ന പേരിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതിന് ന്യായമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. കർത്താവ് തന്നെ പറയാ, ദൈവത്തെ ആരും ഒരു നാളും, പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പറ്റില്ല. പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇവിടെ കർത്താവ് തന്നെ പറയുകയാണ്, പുത്രനാണ് അവനെ, പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ വെളിപ്പെടുത്തി? പിതാവിനെ ഒരു ചിത്രം വരച്ച് കാണിക്കുകയല്ല ചെയ്തേ. കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവാണ് ദൈവമായി മനുഷ്യരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നത്. പഴയ നിയമകാലത്തായാലും പുതിയ നിയമകാലത്തായാലും കർത്താവ് ആണ് പ്രത്യക്ഷം. നമ്മൾ ഇനി ആ വിഷയം പഠിച്ചു വരുമ്പോൾ പുതിയ നിയമകാലത്ത് കർത്താവ് നമുക്ക് ജഡത്തിൽ വെളിപ്പെട്ടു. കർത്താവിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം, ഇതിനോട് ചേർത്ത് 2 വാക്യം കൂടെ പറഞ്ഞു പോകാം, അപ്പോഴാണ് ആ വിഷയം പൂർത്തിയാകുകയുള്ളൂ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. അവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തില്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, ഇമേജ് ഓഫ് ഇൻവിസിബിൾ ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകത, പിതാവായ ദൈവം ഇൻവിസിബിൾ ആണ്, തന്നെ ആർക്കും വെളിപ്പെടുത്തുന്നില്ല. ആ പിതാവായ ദൈവത്തിന്റെ ഇമേജ് അല്ലെങ്കിൽ പിതാവായ ദൈവം ആരായിരിക്കുന്നു അല്ലെങ്കിൽ എന്തായിരിക്കുന്നു എന്ന് പൂർണ്ണമായ നിലയിൽ വെളിപ്പെടുത്തപ്പെട്ടത് പുത്രനിൽ കൂടിയാണ്. അപ്പോൾ പുത്രനാണ് ദൈവത്തെ മനുഷ്യർക്ക് മുമ്പിൽ വിസിബിൾ ആക്കി തീർക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 തിമോഥെയോസ് 6-ാം അധ്യായം 16-ാം വാക്യം അതിനോട് ചേർത്ത് എഴുതി പോകാം. 1 തിമോഥെയോസ് 6-ാം അധ്യായം
16-ാം വാക്യം. അവിടെ ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ കാണുന്നത്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അപ്പോൾ ഇവിടെ പിതാവായ ദൈവം അല്ലെങ്കിൽ ദൈവം മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമാണ് എന്ന് പറഞ്ഞത്. എന്നിട്ട് തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ഇത് കർത്താവ് തന്റെ മഹത്വപൂർണതയിൽ നമുക്ക് വെളിപ്പെടുന്ന വിഷയത്തിലുള്ള ബന്ധത്തിലെ ഈ വിഷയം പറഞ്ഞു വരുന്നത്. അപ്പൊ പിതാവായ ദൈവത്തിന്റെ മഹത്വം എത്ര ഉന്നതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പൂർണ്ണമായി വെളിപ്പെടുന്ന കർത്താവിനെ നമ്മൾ കാണുന്നു, ദൈവത്തെ നമ്മൾ കർത്താവിൽ കൂടെ കാണുന്നത്. കർത്താവിനെ നമ്മൾ പൂർണ്ണ മഹത്വത്തിലല്ല കാണുന്നത്. കർത്താവിന് നമ്മളെ ചേർക്കുമ്പോൾ മാത്രമാണ് സ്വർഗീയ മഹത്വത്തിൽ നമ്മുടെ കർത്താവ് ഏതു വിധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന് വെളിപ്പാട് ഉണ്ടാകുന്ന സമയത്ത് താൻ കർത്താവ് തനിക്ക് പ്രത്യക്ഷനാകുമ്പോൾ താൻ മരിച്ചവരെ പോലെയായി എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. അപ്പോൾ ദൈവിക തേജസ്സിന്റെ മുമ്പാകെ മനുഷ്യന്റെ പ്രതികരണം എന്ന് പറയുന്നത് മരിച്ചവരെ പോയി അവർക്കത് അഫോർഡ് ചെയ്യുവാനായിട്ട്, അത് താങ്ങുവാനായിട്ട് പറ്റത്തില്ല. കർത്താവിന്റെ മഹത്വം, കർത്താവ് തന്റെ മഹത്വം യോഹന്നാന് ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലയിൽ വെളിപ്പെടുത്തിയിട്ട് പോലും യോഹന്നാൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. പൂർണ്ണ പ്രതാപത്തിലല്ല കർത്താവ് വെളിപ്പെടുന്നത്. കർത്താവിനെ കുറിച്ചുള്ള ആ കാഴ്ച യോഹന്നാൻ വർണ്ണിക്കുമ്പോൾ നമ്മളത് വായിക്കുമ്പോൾ വെള്ളോട്ടിന് സദൃശ്യമായ കാല്, വെള്ള വസ്ത്രം എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. പക്ഷെ ആ ചിത്രീകരണം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പ്ലസന്റ് രൂപം എന്ന് പറഞ്ഞാൽ ആ കണ്ട കാഴ്ചയുടെ തേജസ്സിന്റെ ഒരു പ്ലസന്റ് രൂപമാണ് മറുരൂപ മലയിൽ നമ്മൾ കാണുന്നത്. അവിടെ പത്രോസിന്റെ മുമ്പാകെ കർത്താവ് തന്നെ വെളിപ്പെടുത്തുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാവുന്ന നിലയിൽ, അവർക്ക് കർത്താവിന്റെ മഹത്വത്തെ ആരായാവുന്ന നിലയിൽ അവർക്ക് വെളിപ്പെടുത്തുമ്പോൾ പത്രോസ് പെട്ടെന്ന് സന്തോഷത്തോടെ സ്വർഗീയ അനുഭൂതിയിലേക്ക് പോയ അവസ്ഥയിൽ പറയാണ്, ഞാനിവിടെ കുടിലുണ്ടാക്കാം മോശയ്ക്കും ഏലിയാവിനും ഒന്ന് നിനക്കുമെന്ന്. അപ്പോൾ ആ സ്വർഗീയ അനുഭവത്തിന്റെ ഒരു പ്ലസന്റ് മോഡ് എന്ന് പറഞ്ഞാൽ പത്രോസിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വെളിപ്പാട്. എന്നാൽ ആക്ഷരികമായിട്ട് ദൈവിക തേജസ്സിന്റെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ അത് കണ്ടു നിൽക്കുവാനായിട്ട് മനുഷ്യനെ കാണുകയില്ല, മനുഷ്യന് സാധിക്കുകയില്ല. അപ്പോൾ കർത്താവ് തന്നെ തന്റെ മഹത്വത്തിൽ വെളിപ്പെട്ട സന്ദർഭങ്ങളിൽ മോശയായാലും മറ്റ് ഏത് ഭക്തന്മാരായ പുരുഷന്മാരായാലും കർത്താവ് തേജസ്സിൽ വെളിപ്പെടുന്ന സമയത്ത് കർത്താവിന് മുമ്പിൽ നിൽക്കാത്ത അവസ്ഥ ഉണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം അവിടെ 46-ാം വാക്യം, ഞാൻ പിതാവ് മനുഷ്യർക്ക് വെളിപ്പെടുന്നില്ല എന്നുള്ള വിഷയം ഒന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ വാക്യങ്ങൾ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാം വാക്യം, പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുക. അപ്പൊ ഇത് ആരോടാ പറയുന്നത്? യഹൂദന്മാരോടാ പറയുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ച് പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവാൻ ദൈവവും എന്നുള്ള ആ ഒരു ആശയം, ആ ഒരു ദൈവിക വീക്ഷണം അവർക്കുണ്ട്. അതിൽ അവർ കണ്ടിരിക്കുന്നത് ആരെയാണ്? അതാണ് കർത്താവും ഇവിടെ വ്യക്തമാക്കി അപ്പോസ്തലന്മാർക്ക് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ ഇങ്ങയോളം ആരും കണ്ടിട്ടില്ലെന്ന് അർത്ഥം. അപ്പൊ നമ്മുടെ ഡീലിങ്സ് മുഴുവൻ ഈ കർത്താവുമായിട്ടാണ് നടക്കുന്നത്, പിതാവുമായിട്ടല്ല. പിതാവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തു. പക്ഷെ നമ്മൾ നിത്യതയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് കൂടെ നിത്യകാലമായിരിക്കും. പിതാവ് അവിടെയും ഉന്നതമായ, നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന പോലെ അത്യുന്നതമായ ഒരു സ്ഥാനത്താണ് പിതാവ് സ്ഥിതി ചെയ്യുന്നത്, നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തി, അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. പിതാവായ ദൈവം അദൃശ്യനാണ്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ആർക്കും കാണാൻ കഴിയാത്തവനായിട്ട് പിതാവായ ദൈവം നിലകൊള്ളുമ്പോൾ ഈ ദൈവം ആരാണ്? ഈ പിതാവായ ദൈവത്തെ ആ ദൈവത്തിന്റെ മഹത്വത്തിൽ മനുഷ്യന് ഉൾക്കൊള്ളാവുന്ന നിലയിൽ വെളിപ്പെടുത്തി തന്നത് പുത്രനായ ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം നമ്മൾ ഓൾറെഡി ആ വാക്യം വായിച്ചു. അവിടെയാണ് വായിക്കുന്നത്, മടിയിലിരിക്കുന്ന പുത്രൻ തന്നെ പിതാവിനെ വെളിപ്പെടുത്തി. കൊലോസി ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു. അപ്പോൾ ദൈവത്തെ കാണണം, ദൈവം എങ്ങനെയാണ്, ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ്, ദൈവത്തിന്റെ സ്വഭാവ സവിശേഷത എന്തൊക്കെയാണ് എന്ന് ആരായുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്ന ദേഹരൂപമാണ് നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരം. ഇത് പൗലോസ് എഴുതുന്നത് കർത്താവിന്റെ ജഡാവതാരത്തിന് ശേഷം, അതായത് കർത്താവ്
ജഡത്തിൽ വന്ന് മരിച്ച് പുനരുദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷമാണ് പൗലോസ് ഈ വിഷയം എഴുതുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ യഹോവയുടെ ദൂതനായിട്ട് മനുഷ്യർക്ക് വെളിപ്പെടുന്നത് ഇതേ കർത്താവ്. കാരണം പിതാവായ ദൈവം ആർക്കും ഒരു നാളും വെളിപ്പെടുന്നില്ല. ദൈവമായിട്ട് പഴയ നിയമകാലത്ത് വെളിപ്പെട്ടത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് കർത്താവിന്റെ പ്രത്യക്ഷതയെ പ്രീ ഇൻകാർണേറ്റ് അപ്പിയറൻസ്, മനുഷ്യാവതാരത്തിന് മുമ്പുള്ള കർത്താവിന്റെ പ്രത്യക്ഷത എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും. കൊലോസ്യ ലേഖനം 1:15 നമ്മൾ വായിക്കുമ്പോൾ അദൃശ്യനായ ദൈവത്തിന്റെ ഇമേജ് ആണ് കർത്താവ്. ആ വാക്യം നമ്മൾ വായിച്ചതാണ്. അദൃശ്യനായ ദൈവത്തിന്റെ ഇമേജ് ആണ് ഈ കർത്താവ് എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ മോശ കണ്ടതും യോശുവ കണ്ടതും പഴയ നിയമകാലത്ത് അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തതും ഒക്കെ ഈ നമ്മുടെ കർത്താവാണ്. അതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വാക്കുകളിൽ ദൈവത്തിന്റെ അധികാരം, അനുഗ്രഹം കൊടുക്കുന്നത് കർത്താവാണ്. നിന്നെ സന്തതിയായിട്ട് വർദ്ധിപ്പിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിനക്ക് സമൃദ്ധി ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും. ഈ വാക്കൊക്കെ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ല അവിടെ യഹോവയുടെ ദൂതൻ സംസാരിക്കുന്നത്. ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് കർത്താവ് യഹോവയുടെ അതേ അധികാരത്തിൽ അല്ലെങ്കിൽ ദൈവിക അധികാരത്തിൽ നിന്നുകൊണ്ട് കർത്താവ് അത് ചെയ്യുന്നു. അതുകൊണ്ട് യഹോവയുടെ ദൂതൻ എന്ന വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നുവെങ്കിലും യഹോവയുടെ ദൂതൻ കേവലം ഒരു ദൂതനല്ല, അത് അത്യുന്നതനായ ദൈവമായിരിക്കണം, നമ്മുടെ കർത്താവ് തന്നെയാണ്. തൃത്വത്തിലെ ആളത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന വ്യക്തിയാണ് അവിടെ വെളിപ്പെടുന്നത്. നമ്മൾ വായിക്കുന്നത് കർത്താവാണ് പിതാവിനെ മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നത് എന്നത് വചനത്തിന്റെ ക്രമീകരണം അങ്ങനെയാണ്, ദൈവിക പദ്ധതി അങ്ങനെയാണ്, വചനം അങ്ങനെയാണ് വെളിപ്പെടുന്നത്. ഇനി യേശു ക്രിസ്തുവിന്റെയും യഹോവയുടെ ദൂതന്റെയും പ്രവർത്തനങ്ങളിലെ സാമ്യം നമ്മുടെ അടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യഹോവയുടെ ദൂതന്റെയും യേശു ക്രിസ്തുവിന്റെയും പ്രവർത്തനങ്ങളിലെ സാമ്യം, അവരുടെ വാക്കുകളിലെ സാമ്യം, പ്രവർത്തനങ്ങളിലെ സാമ്യം ഒക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവർ രണ്ടും ഒരാളാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവർ നമ്മുടെ ഒറ്റ ഞാൻ വാക്യങ്ങളൊന്നും എല്ലാം പറയുന്നില്ല. അവിടെ നമ്മൾ ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അനുഗ്രഹിക്കുന്നതായിട്ട് യഹോവയുടെ ദൂതൻ അവരെ അനുഗ്രഹിക്കുന്നു. യഹോവയുടെ ദൂതൻ ഇസ്രായേലിന് വേണ്ടി സംരക്ഷണം ഒരുക്കുന്നു. അവർ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ യഹോവയുടെ ദൂതൻ അവർക്ക് കാവൽ നിന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവ രക്ഷിക്കുന്നു. രക്ഷിതാവായിട്ടാണ് കർത്താവ് പുതിയ നിയമത്തിലും വരുന്നത്. അവസാനമായിട്ട് നമ്മൾ കാണുന്നത് യഹോവയുടെ ദൂതൻ ന്യായവിധിയുടെ വാളുമായിട്ട്, ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രം, ദാവീദിന്റെ മുമ്പിൽ നിന്ന് അനേക ദൃഷ്ടാന്തങ്ങൾ പഴയ നിയമത്തിലുണ്ട്. എന്നാൽ ദാവീദിനോടുള്ള ബന്ധത്തിൽ ആ വാക്യം നമ്മൾ വായിച്ചു. ന്യായവിധിയുടെ വാളുമായിട്ട് യഹോവയുടെ ദൂതൻ നിൽക്കുന്നു. പുതിയ നിയമത്തിലും ന്യായവിധി നടത്തുന്ന ന്യായവിധിയൊക്കെയും പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി പുതിയ നിയമം വെളിപ്പെടുത്തുന്നുണ്ട്. ഇനി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ യഹോവയുടെ ദൂതൻ, മലക്, യാഹ്വേ എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ ഒരിടത്തും ഇല്ല. പുതിയ നിയമത്തിൽ യഹോവയുടെ ദൂതൻ, കർത്താവിന്റെ ദൂതൻ എന്നുള്ള ഒരു പ്രയോഗം ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അത് ദൈവദൂതനെ കുറിച്ച് തന്നെ ദൈവത്തിലെ ദൂതന്മാരിൽ പ്രധാനിയായത് ഗബ്രിയേൽ വന്നപ്പോൾ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി സ്ഥാനങ്ങളിലൊക്കെ ദൂതൻ, ദൈവത്തിന്റെ ദൂതൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഹോവയുടെ ദൂതൻ എന്നൊരു പരാമർശം പുതിയ നിയമത്തിൽ ഇല്ല. അതിന് കാരണം അത് സൂചിപ്പിക്കുന്നത് ഈ കർത്താവ് മനുഷ്യാവതാരം ചെയ്ത് വന്നതിന് ശേഷമുള്ള കർത്താവിന്റെ പ്രവർത്തന പദ്ധതിയും പ്രത്യക്ഷതയും പഴയ നിയമകാലത്തിൽ നിന്നും വ്യത്യസ്തമാണ്. പഴയ നിയമകാലത്ത് ഇത് കർത്താവ് ഈ നിലയിൽ പ്രത്യക്ഷമായി. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് ആക്ഷരികമായി ദേഹരൂപത്തിൽ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നു. പഴയ നിയമകാലത്ത് ആൾ രൂപത്തിൽ വന്നെങ്കിലും തനിക്ക് ജഡശരീരമല്ല, ജഡശരീര രൂപത്തിൽ, താൻ ആത്മശരീരത്തിൽ തന്നെയാണ് വന്നത്. പക്ഷെ മനുഷ്യരൂപത്തിൽ, പൂർണ്ണ മനുഷ്യരൂപത്തിലാണ് താൻ വന്ന് സംസാരിച്ചതും ഇടപെട്ടതും പെരുമാറിയതൊക്കെ ഒരു മനുഷ്യരൂപത്തിലാണ്. തൻ്റെ ശരീരം ആത്മശരീരമാണ്, ദിവ്യ ശരീരമാണ്, ദൈവിക ശരീരമാണ്. എന്നാൽ മനുഷ്യാവതാരത്തെങ്കിൽ കർത്താവ് നമ്മളെപ്പോലെ തന്നെ ജഡരക്തങ്ങളോടുകൂടിയവനായിട്ട് താൻ ഇറങ്ങി വന്നു. അതിനുശേഷമുള്ള ദൈവിക പ്രവർത്തന പദ്ധതി പഴയ നിയമകാലത്ത് നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഈ യഹോവയുടെ ദൂതൻ എന്നുള്ള പരാമർശം നമ്മൾ പുതിയ നിയമത്തിൽ കാണാത്തത് കൊണ്ട് പഴയ നിയമകാലത്തിലെ യഹോവയുടെ ദൂതൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മനുഷ്യരൂപത്തിൽ വെളിപ്പെടുന്ന ദൈവത്വത്തിലെ ആളത്വങ്ങൾ മനുഷ്യരൂപത്തിൽ വെളിപ്പെടുന്നു. ദൈവം മനുഷ്യരൂപത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ നമ്മളോട് ഇടപെടുന്നത്. പക്ഷെ ആളത്വപരമായി വെളിപ്പെട്ടിരിക്കുന്നത് കർത്താവ് മാത്രമാണ്. പുരുഷ രൂപത്തിൽ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരിക്കൽ പ്രത്യക്ഷനായപ്പോൾ കർത്താവിന്റെ സ്നാന സമയത്ത് പ്രാവ് എന്ന പോലെ വന്നു, പ്രാവിന്റെ രൂപത്തിൽ വന്നു.
എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാവല്ല, അതൊരു സിംബോളിക് എക്സ്പ്രഷൻ മാത്രമായിരുന്നു. എന്നാൽ ആൾ രൂപമായിട്ട് പിതാവായ ദൈവം അദൃശ്യനായ ദൈവമാണ്, ആത്മരൂപിയാണ്, പ്രത്യേക രൂപം എടുത്തു വരുന്നതായിട്ട് നമ്മൾ കണ്ട് അവന്റെ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. മോശയോട് പറയുന്നു, നമ്മൾ സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനടുത്ത് വന്നപ്പോൾ നിങ്ങൾ ശബ്ദം മാത്രമേ കേട്ടുള്ളല്ലോ, രൂപമൊന്നും കണ്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കരുത് എന്ന് പറയുന്ന വാക്കും നമ്മുടെ എബ്രായ ലേഖനത്തിനും ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. അപ്പോൾ യഹോവയുടെ ശബ്ദം, പിതാവായ ദൈവത്തിന്റെ ശബ്ദം ഇസ്രായേൽ ജനം കേട്ടെങ്കിലും ആളെ കണ്ടിരുന്നില്ല. ആൾ രൂപമായി വെളിപ്പെട്ടത് നമ്മുടെ കർത്താവ് തന്നെ. അപ്പോൾ ഈ ത്രിയേക ദൈവത്തിലെ ദൈവിക തൃത്വത്തിലെ ആളത്വങ്ങളിൽ മനുഷ്യരൂപത്തിൽ അല്ലെങ്കിൽ ആളത്വപരമായ രൂപത്തിൽ, ഇമേജിൽ വെളിപ്പെടുന്നത് പുത്രനാണ്. പരിശുദ്ധാത്മാവ് ഇപ്പോഴും ആത്മരൂപിയായി തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ഒരു വ്യക്തി എന്ന പോലെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ വ്യക്തിയായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ആ രൂപത്തിലല്ല. നമ്മളോട് സംസാരിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു, സഹായിക്കുന്നു, ഇതൊക്കെ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയാണ്. പക്ഷെ ആ രൂപത്തിൽ വെളിപ്പെട്ടത് കർത്താവ് മാത്രമാണ്. ഈ യഹോവയുടെ ദൂതൻ എന്ന പഴയ നിയമത്തിൽ വെളിപ്പെടുന്നതും യഹോവയുടെ ദൂതനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ കണ്ടതിന്റെ ഒരു ചുരുക്കം കൂടെ പറയാം. ഈ യഹോവയുടെ ദൂതൻ എന്തുകൊണ്ട് ക്രിസ്തു ആയിരിക്കുന്നു? 4 പോയിന്റിൽ നമുക്ക് അങ്ങ് ചുരുക്കാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞ വിഷയങ്ങളാണ് നമുക്ക് എളുപ്പം മനസ്സിലാകുന്ന വിഷയത്തിൽ അങ്ങ് പറയാം. ഒന്ന്, ഈ യഹോവയുടെ ദൂതൻ മനുഷ്യരൂപത്തിൽ വെളിപ്പെടുന്നു. അപ്പിയേഴ്സ് ഇൻ ഹ്യൂമൻ ഫോം, മനുഷ്യവേഷത്തിൽ മനുഷ്യന് വെളിപ്പെടുന്നു. ഇതാണ് ദൈവദൂതന്മാർക്കും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയം. മനുഷ്യനോട് ഇടപെടുവാനായിട്ട് ദൈവം കർത്താവായ യേശുക്രിസ്തു പഴയ നിയമകാലത്ത് മനുഷ്യവേഷത്തിൽ അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ഒരിടത്ത് മാത്രമല്ല. നമ്മൾ ദാനിയേലും കൂട്ടരും തീ ചൂളയിൽ കിടക്കുമ്പോൾ 3 പേരെ അല്ലേ തീയിലിട്ട്, 4മതൊരു ദൈവപുരുഷൻ നിൽക്കുന്നു. ഒരു ദൈവത്തിന്റെ പുരുഷനായിട്ട് ഒരു മനുഷ്യ രൂപത്തിൽ കർത്താവിന്റെ സാന്നിധ്യത്തെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ കർത്താവ് തന്റെ ജനത്തിന് വേണ്ടി മനുഷ്യരൂപത്തിൽ he appears, or angel of God appears in human form. യഹോവയുടെ ദൂതൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷനാകുന്നു. കർത്താവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്യങ്ങൾ ഓൾറെഡി കണ്ടതാണ്. മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളെ ചെയ്യുന്നു. യഹോവയുടെ ദൂതൻ അബ്രഹാമിന്റെ അടുക്കൽ വന്നപ്പോൾ ഭക്ഷണം കഴിച്ചതൊക്കെ, ആ വിഷയങ്ങളൊക്കെ അതിന് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. മനുഷ്യനോട് സംസാരിക്കുന്നു, ഇടപെടുന്നു, വാഗ്ദത്തം ചെയ്യുന്നു. ഇവരൊക്കെ മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ മനുഷ്യൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് പെർഫോമിങ് ഹ്യൂമൻ ഫങ്ഷൻസ്. പിന്നെ നമ്മൾ കാണുന്നത് ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നു. എക്സിബിറ്റിംഗ് ഡിവൈൻ ആട്രിബ്യൂട്ട്. തന്റെ ദൈവത്വത്തെ ഈ യഹോവയുടെ ദൂതൻ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്വം വെളിപ്പെടുത്തുന്നു. ഏഞ്ചൽസ് ദൈവത്വം അല്ല വെളിപ്പെടുത്തുന്നത്. ഏഞ്ചൽസ് ദൈവം പറയുന്ന അത്ഭുതങ്ങൾ അല്ലെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുകയാണ്. അവർക്ക് ദിവ്യത്വമില്ല, അവർക്ക് സ്പിരിച്വൽ ബീയിങ്സ് ആണ്, ഡിവൈൻ ബീയിങ്സ് ആണ്. പക്ഷെ ദൈവത്വം ദൂതന്മാർക്കില്ല. എന്നാൽ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദൂതൻ എന്ന് പറയുന്നത് ദൈവത്വം സ്വഭാവമായിട്ട് പ്രദർശിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നു. പാപത്തെ ക്ഷമിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 23:21 വരുമ്പോൾ അതിക്രമങ്ങൾ മോചിക്കും എന്ന യഹോവയുടെ ദൂതൻ അതിക്രമങ്ങൾ മോചിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3:5 വരുമ്പോൾ ഈ യഹോവയുടെ ദൂതൻ ആരാധന സ്വീകരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഫോർഗിവിംഗ് സിൻ ആൻഡ് റിസീവിംഗ് വർഷിപ്പ്, ഈ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ യഹോവയുടെ ദൂതൻ എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉടനെ വായിക്കുന്ന ഉടനെ യഹോവ ഒരു ദൂതനെ അയച്ചു എന്നല്ല അതിന്റെ ആശയം. വചനത്തെ യഥാവിധി നമ്മൾ വിഭാഗിച്ചു പഠിക്കുമ്പോൾ അത് ശരിയായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ഒരു നിമിഷം അവിടെ നിൽക്കണം. എന്നിട്ട് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ആഴമായ ചിന്തകൾ നമുക്ക് മനസ്സിലാക്കി വരുവാനായിട്ട് കഴിയും. യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കുന്ന ധാരാളം വേദഭാഗങ്ങൾ ഇസ്രായേലിന്റെ യാത്രയിലുടനീളവും അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി പ്രവചനം വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഖരിയ പ്രവചനം ആകുമ്പോഴത്തേക്കും രക്ഷാപദ്ധതിയോടുള്ള ബന്ധത്തിലാണ് ആ വിഷയങ്ങൾ. ഇസ്രായേലിന് രക്ഷ എപ്പോൾ ഒരുക്കപ്പെടും എന്നത് സംബന്ധിച്ച് സംസാരിക്കുന്ന യഹോവയോട് സംസാരിക്കുന്ന പിതാവായ ദൈവത്തോട് സംസാരിക്കുന്ന യഹോവയുടെ ദൂതനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പൊ രക്ഷാപദ്ധതിയെ കുറിച്ചുള്ള വിഷയങ്ങൾ വരെ നമുക്ക് അവിടെ ക്രമീകരിക്കപ്പെട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പഴയ നിയമത്തിൽ യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞ് വെളിപ്പെടുന്ന വേദഭാഗങ്ങളിൽ യഹോവയുടെ ദൂതൻ മലക് യാഹ്വേ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള പഴയ നിയമകാലത്തെ പ്രത്യക്ഷതകളാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി പുസ്തകം വരെ നമ്മൾ ഈ പ്രത്യക്ഷതകളെ കാണുന്നു. എന്നാൽ കർത്താവ്
മനുഷ്യാവതാരം എടുത്തതിന് ശേഷം യഹോവയുടെ ദൂതൻ എന്നുള്ള വാക്കില്ല. പഴയ നിയമത്തെ പല ട്രാൻസ്ലേറ്റ് ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, എല്ലാ അക്ഷരവും ക്യാപിറ്റലാണ്, അത് ഈ യഹോവയുടെ ദൂതനെ പരാമർശിക്കുക. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവിന്റെ ദൂതൻ എന്ന് പറയുമ്പോൾ എല്ലാ ലെറ്റേഴ്സും സ്മോൾ ആണ്, ഇനീഷ്യൽ എല്ല് മാത്രം ക്യാപിറ്റൽ. അവിടെ കർത്താവിന് പ്രാധാന്യം കൊടുത്തത് കർത്താവിന്റെ ദൂതൻ എന്നതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് ഗബ്രിയേലാണ് അവിടെ വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൂതന്മാരാണ് വെളിപ്പെടുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവിന്റെ ദൂതനും യഹോവയുടെ ദൂതനും വ്യത്യസ്തപ്പെട്ടാണ് നിൽക്കുന്നത്. അവിടെ കർത്താവിന്റെ ദൂതൻ എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലും, മലയാളത്തിൽ പരിഭാഷ ചെയ്യപ്പെടുമ്പോൾ യഹോവയുടെ ദൂതൻ എന്നുള്ളത് പലയിടത്തും കർത്താവിന്റെ ദൂതൻ എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടാകും. അവിടെയല്ല വിഷയം. നമ്മൾ അതിന്റെ ഒറിജിനൽ ഭാഷയായിട്ട് വരുമ്പോൾ മലക് യാഹ്വേ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് യഹോവയുടെ ദൂതനാണ്. അത് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള കർത്താവിന്റെ പ്രത്യക്ഷതകളായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെയും കർത്താവ് മനുഷ്യനോട് ഇടപെട്ടത് മനുഷ്യന് അവന് ഉൾക്കൊള്ളാൻ പറ്റുന്ന അല്ലെങ്കിൽ മനുഷ്യവേഷത്തിൽ തന്നെയാണ്. മനുഷ്യാവതാരം എടുത്തത് കാലസമ്പൂർണ്ണയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചനായി വന്നപ്പോഴാണ്. പക്ഷേ യഹോവയുടെ ദൂതനായിട്ട് പഴയ നിയമത്തിൽ വെളിപ്പെടുമ്പോഴും ഒരു മനുഷ്യനായി തന്നെ മനുഷ്യനോട് കൂടെ പാർക്കത്തക്ക നിലയിലാണ് താൻ വെളിപ്പെട്ടത്. എന്നാൽ മറുരൂപ മലയിൽ പ്രത്യക്ഷമായതുപോലെ സന്ദർഭങ്ങളിൽ, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ തന്റെ തേജസ് താൻ വെളിപ്പെടുത്തിയപ്പോൾ അതിന് പരിമിതി എന്ന് പറഞ്ഞാൽ ആ ദൈവിക തേജസ്സിന്റെ പൂർണ്ണത വ്യക്തമായിട്ടത് മനുഷ്യന് അഫോർഡ് ചെയ്യാവുന്ന നിലയിലാണ് വെളിപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം ദൈവത്തിന്റെ പൂർണ്ണ മഹത്വത്തിൽ തന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പഴയ നിയമകാലത്ത് കർത്താവ് ജനത്തോട് സംവാദിക്കുവാനായിട്ട് അവരുടേതായ ഭാഷയിൽ യഹോവയുടെ ദൂതനായിട്ട് പ്രത്യക്ഷനായി. അപ്പോൾ ദൂതശാസ്ത്രം, ഇത് ക്രിസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് പൊതുവെ ദൈവശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നത്. എന്നാൽ പലർക്കും ഒരു കൺഫ്യൂഷൻ ഈ വിഷയത്തിലുണ്ട്. യഹോവയുടെ ദൂതൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശ്രേഷ്ഠ ദൂതന്മാരിൽ ഒരാളല്ലേ എന്നൊരു സംശയം പലർക്കും ഉള്ളതുകൊണ്ടാണ് ഈ വിഷയം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറയുവാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. അത് പ്രയോജനമായി. ഇപ്പൊ ക്രിസ്തുശാസ്ത്രത്തോട് ചേർത്ത് പഠിക്കുന്നത് തന്നെയാണ് ഉചിതം. കർത്താവിന്റെ മഹത്വം കർത്താവ് പഴയ നിയമത്തിൽ എങ്ങനെ വെളിപ്പെട്ടു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ യഹോവയുടെ ദൂതൻ എന്ന വാക്കുകൊണ്ട് അതൊരു ദൂതനെ കുറിച്ചല്ല, ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന ദൂതനെ കുറിച്ചല്ല പറയുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉള്ള പഠനവും ഉപകരിക്കും എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഈ ദൂതന്മാരെ കുറിച്ചും ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ വളരെ മതിക്കേണ്ടതായിരിക്കുന്ന വിഷയമാണ്. ഞാൻ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ദൈവത്തിന്. പഴയ നിയമകാലത്തെ ഇസ്രായേൽ ജനങ്ങളോടുള്ള ബന്ധത്തിൽ യഹോവയുടെ ദൂതനായിട്ട് കർത്താവ് വന്ന് അവരോട് പേഴ്സണലി സംവാദിച്ചു. പുതിയ നിയമത്തിൽ കർത്താവ് വന്ന് രക്ഷാമാർഗം ഒരുക്കി പുനരുദ്ധാനം ചെയ്ത് പോയതിനു ശേഷം തന്റെ ആത്മാവിനാൽ നമ്മളോട് ഇന്നും ഹൃദ്യമായിട്ട് സംവാദിക്കുന്നു. തന്റെ ജനത്തോട് എല്ലാ കാലത്തും തന്റെ പുത്രനിലൂടെ സംവാദിക്കുന്നതിന് ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. മനുഷ്യനുമായിട്ട് സംവാദിക്കുവാനായിട്ടുള്ള ആ പങ്കാളിത്തം, ദൈവിക ആളത്വങ്ങളിലെ പങ്കാളിത്തം പുത്രനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പഴയ നിയമകാലത്തും പരിശുദ്ധാത്മാവ് ആളത്വപരമായിട്ട് പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ആളത്വപരമായിട്ട് പുത്രനിലാണ് ദൗത്യം നിറവേറ്റപ്പെട്ട്, അല്ലെങ്കിൽ പുത്രനാണ് ആ ദൗത്യം നിറവേറ്റിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 3 ദൈവങ്ങളായിട്ട് തിരിച്ചു പഠിക്കുന്നില്ല. ദൈവിക ആളത്വങ്ങളിലെ ആളത്വപരമായ പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തത്വോപദേശത്തിലെ പ്രധാന വിഷയമാണ്. അത് വചനത്തെ നമ്മൾ കാണുന്നു. ആളത്വപരമായ ആ പ്രവർത്തനത്തിൽ ഒരു യൂണിഫൈഡ് പ്രവൃത്തിയുണ്ട്. ദൈവിക പദ്ധതിയാണ് അത്. ദൈവം ചെയ്യുന്നു. അതിനായിട്ട് ദൈവം എടുത്ത പേര് തന്നെ, പഴയ നിയമത്തിൽ സ്വീകരിച്ച പേര് തന്നെ യഹോവയുടെ ദൂതൻ. ആ പേരെന്നുള്ളത് തന്നെ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പഴയ നിയമ ഭക്തന്മാരെ സംബന്ധിച്ച് ദൂതൻ എന്ന് പറയുന്ന വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ദൈവിക ജീവികളായിട്ട്, അല്ല ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട്, ദൈവത്തിന് മഹത്വം വന്നേക്കുന്ന സൃഷ്ടിയായിട്ട് അവർ കണ്ടിരുന്നു. അപ്പൊ നമ്മോടുള്ള ബന്ധത്തിലും ഈ പഠനം ഏറെ ഉപകാരമായി തീരട്ടെ. വരുന്ന ദിവസങ്ങളിൽ അടുത്ത ക്ലാസ്സിൽ ദൂതന്മാരുടെ പതനം അല്ലെങ്കിൽ വീഴ്ച എന്നുള്ള വിഷയം നമ്മൾ പഠിക്കും. അതിനോട് ചേർത്ത് വീഴ്ചയിലും ദൂതന്മാരുടെ പങ്കാളിത്തം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.